നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മന്ത്രി ഗണേഷ് കുമാറിന് മുട്ടൻ പണിയുമായി വന്നിരിക്കുകയാണ് സ്വന്തം പാർട്ടിക്കാരനായ നേതാവ്. വലിയ തിരിച്ചടിയാണ് ഗണേഷ് കുമാറിന് കിട്ടിയത്. മന്ത്രിസഭയുടെ കാലാവധി തീരാൻ 2 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ഗണേഷിനെതിരെ കോടതിയിൽ അതിനിർണായക മൊഴി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിക്കെതിരെ ചില ആരോപണങ്ങൾ ഗണേഷ് കുമാർ ഉന്നയിച്ചിരുന്നു. ഇതിനെ നിഷേധിച്ച് ചാണ്ടി ഉമ്മൻ രംഗത്ത് വന്നിരുന്നു. വീണ്ടും സോളാർ വിഷയം കുത്തിപ്പൊക്കിയ ഗണേഷ് ഇങ്ങനെ ഒരു പണി വരുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചു കാണില്ല. ഉമ്മൻചാണ്ടിയെ പാഠം പഠിപ്പിക്കുമെന്നും അദ്ദേഹത്തെയും മറ്റ് UDF നേതാക്കളെയും പീഡനക്കേസിൽ കൊടുക്കുമെന്നും ഗണേഷ് കുമാർ തന്നോട് പലവട്ടം പറഞ്ഞിരുന്നുവെന്ന് ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം സുധീർ മലയിൽ മൊഴി നൽകി. വെറും മാധ്യമങ്ങൾക്ക് മുൻപിൽ നൽകുന്ന നാലാംകിട ആരോപണമല്ല ഇത്. കോടതിയിലാണ് ഇക്കാര്യം സുധീർ അറിയിച്ചിരിക്കുന്നത്. തെളിവുകൾ സഹിതം ആരോപണം വന്നതോടെ ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ശാപമാണ് ഇതെന്നും ഈ കേസിൽ ഗണേഷ് കുമാർ കുടുങ്ങുമെന്നും ഉറപ്പായിരിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പായതോടെ LDFനും ഗണേഷ് കുമാറിനും ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന കാലയളവിൽ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സുധീർ മലയിൽ. സോളാർ പീഡന കേസിലെ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും ഓഫീസുകളിലും അവർ സ്ഥിരം സന്ദർശകയായിരുന്നുവെന്നും കുടുംബ വഴക്കിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഗണേഷിനെ തിരികെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഉമ്മൻചാണ്ടി തയ്യാറാകാതിരുന്നത് വൈരാഗ്യത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പ്രതികാരമായി സോളാർ പരാതിക്കാരിയുടെ കത്തിൽ 4 പേജുകൾ അധികമായി കൂട്ടിച്ചേർത്ത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ആക്ഷേപം വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരിക ബന്ധം വോട്ടർമാർക്കിടയിൽ സജീവമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ തിരഞ്ഞെടുപ്പിൽ UDF പ്രധാന ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. 2011 മുതൽ 13 വരെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സുധീർ മലയിലാണ് കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ സോളാർ കേസ് പ്രതിയുടെ കത്തിൽ 4 പേജ് ഗൂഢാലോചന നടത്തി അധികമായി എഴുതി ചേർത്തുന്ന കേസിലാണ് 4ാം സാക്ഷിയായി സുധീർ മലയിൽ മൊഴി നൽകിയത്. 2013 മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാറിനെ ഒഴിവാക്കണമെന്ന് കാട്ടി R ബാലകൃഷ്ണപിള്ള സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിട്ടും ഉമ്മൻചാണ്ടി ഗണേഷിനെ സംരക്ഷിക്കുകയായിരുന്നു. 2013 ഭാര്യ യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസിൽ നൽകിയ ഗാർഹിക പീഡന കേസ് അറസ്റ്റിന്റെ ഘട്ടത്തിലെത്തിയപ്പോഴാണ് 2013 ഏപ്രിൽ 2-ന് ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നത്. കേസ് ഒത്തുതീർപ്പാക്കാൻ അന്ന് തൊഴിൽ മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിനെയാണ് ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയത്. കേസ് ഒത്തുതീർപ്പായതോടെ വീണ്ടും മന്ത്രിയാകാനുള്ള ആഗ്രഹം ഉമ്മൻചാണ്ടിയോടും UDF നേതാക്കളോടും ഗണേഷ് കുമാർ അറിയിച്ചു. എന്നാൽ പലവിധ കാരണങ്ങളാൽ നടന്നില്ല എന്നും ഇതിന്റെ നീരസം ഗണേഷ് കുമാറിന് ഉണ്ടായിരുന്നുവെന്നുമാണ് സുധീർ പറയുന്നത്. ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കളെയും പാഠം പഠിപ്പിക്കും, പെണ്ണ് കേസിൽ പ്രതിയാക്കുമെന്നെല്ലാം അന്ന് അടുപ്പമുണ്ടായിരുന്ന തന്നോട് പറഞ്ഞിട്ടുണ്ട്. സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെട്ടെന്നറിഞ്ഞപ്പോൾ ഗൂഢാലോചന ബോധ്യമായെന്നും സുധീർ മലയിൽ മൊഴി നൽകുന്നുണ്ട്. ഇതോടെ ഗണേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭം ശക്തമാക്കുകയാണ്. വലിയ വിവാദങ്ങളിൽ തലയിടാതെ 2.5 വർഷം പൂർത്തിയാക്കാമെന്ന ചിന്തയിലായിരുന്നു ഗണേഷ് കുമാർ നിന്നത്. എന്നാൽ അവസാന ലാപ്പിൽ കിട്ടിയ തിരിച്ചടിയിൽ ഗണേഷിന്റെ മന്ത്രിസ്ഥാനം ഇളകിയെന്ന് മാത്രം പറയാൻ സാധിക്കും.